ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ പുതിയ വ്ളോഗ്. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട്. ഒരുപാട് നാളായി ഞങ്ങളൊരു ലണ്ടനിലേക്ക് ഒരു ലേഡീസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ ഈ പോകുമ്പോൾ ജസ്റ്റ് ഒരു ലേഡീസ് ട്രിപ്പ് മാത്രമല്ല കേട്ടോ, ഒരു നാഷണൽ ലെവൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഇൻവിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിന്ന് പോകുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് UK ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചല്ല ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റിന് നാഷണൽ ലെവൽ ആക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ളത്. ഞങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചും പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ ഞങ്ങൾ വഴിയെ പറയുന്നതായിരിക്കും കേട്ടോ. കിങ്സ് കോളേജ് ലണ്ടനിൽ വെച്ചിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ നാഷണൽ ലെവൽ നടക്കുന്നത്. 60 യൂണിവേഴ്സിറ്റീസിൽ നിന്നും വിന്നേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്സൈറ്റഡ് ആണ്, അറ്റ് സെയിം ടൈം ഞങ്ങൾ പ്രൗഡാണ് ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 മണിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു ലണ്ടൻ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കാണാനായിട്ട്. ബിഗ് ബാൻ ടവറും ലണ്ടൻ ഐ ആൻഡ് നമ്മുടെ ടവർ ബ്രിഡ്ജ്, ഈ 3 ഡെസ്റ്റിനേഷൻസ് ഒന്ന് കവർ ചെയ്യണമെന്നൊരു പ്ലാനിങ്ങോടെയാണ് ഞങ്ങളിന്ന് ഇറങ്ങിയത് തന്നെ. പക്ഷേ നമ്മൾ കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ നമുക്ക് റൂം ചെക്ക് ഇൻ ചെയ്ത് ലഗേജൊക്കെ ഇവിടെ വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയവും ആ സമയത്തിനുള്ളിൽ മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യുക എന്നൊരു ഇൻറ്റൻഷൻ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ട്രെയിനും മെട്രോ ഒക്കെ യാത്രകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ട്യൂബിലുള്ളൊരു യാത്ര അത് ലണ്ടനിൽ മസ്റ്റായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ലണ്ടൻ ട്രിപ്പിലെ ഗൈഡും ഗൂഗിൾ മാപ്പൊക്കെ റിനിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ആളും വളരെ കൂളായിട്ട് റിലാക്സ് ആയിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടോ. പിന്നെ ഞങ്ങൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ ടാക്സി വിളിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ടാക്സി ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഞങ്ങൾക്ക് തോന്നി. ദെൻ ഊബറാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ദെൻ ഞങ്ങൾ റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങളുടെ ലഗേജൊക്കെ അവിടെ വെച്ച് ദെൻ ഒന്ന് ഫ്രഷായി ഞങ്ങൾ കോൺഫറൻസിന് പോകാൻ റെഡിയായി. അപ്പം നമ്മൾ പോവുകയാണ് ഗൈസ്. UK 60 യൂണിവേഴ്സിറ്റീസിൽ നിന്നുള്ള ചാമ്പ്യൻസാണ് ഈ ഒരു ഗ്രാൻഡ് ഫിനാലയിൽ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു ആരായിരിക്കും അൾട്ടിമേറ്റ് വിന്നർ എന്നുള്ളതിൽ. അതിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായിട്ട് വന്നത് ഒരു ഇന്ത്യൻ ആണ് എന്നുള്ളത് ശരിക്കും ഒരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയായിരുന്നു. അതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു കേട്ടോ. കോൺഫറൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഫുഡായിരുന്നു. അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ചു. ഞങ്ങൾ കയറി. ചെട്ടിനാട് റെസ്റ്റോറൻറ്റ് ഒരു രക്ഷയില്ലാത്ത ഭക്ഷണമായിരുന്നു ഗൈസ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഹോംലി ഫുഡ് കഴിച്ച ഫീലായിരുന്നു. എനിക്ക് മസാല ദോശ കഴിക്കാനാണ് തോന്നിയത്. പിന്നെ ഒരു ചായയും കുടിച്ചു. ആ ഒരു ചായ ആ ഒരു ദിവസത്തെ എല്ലാ ക്ഷീണവും അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ലണ്ടനിൽ നിന്ന് ബിർമിംഗ്ഹാമിലേക്ക് പോകുകയാണ്, ബാലാജി ടെമ്പിളിലേക്ക്. അപ്പോൾ ടെമ്പിളിലെ വിശേഷങ്ങൾ ഞങ്ങൾ അടുത്ത വ്ളോഗിൽ ഇടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ഞങ്ങളുടെ യാത്രകൾ അവസാനിക്കുന്നില്ല.